ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് മെക്സവൻ ചണ്ടപ്പുഴയുടെ ആനിവേഴ്സറി ഡേ നമ്മൾ സെലിബ്രേഷന് വേണ്ടി എത്തിയിരിക്കുകയാണ്. പ്രായമുള്ളവര്, ജമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ, ഡോക്ടർ അഡ്വൈസ് ഉള്ളവരൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ആരോഗ്യം നോക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ എക്സസൈസ് ചെയ്താൽ മതി. മറ്റുള്ളവർ ചെയ്യുന്ന നോക്കി നിങ്ങൾ ശ്രമിക്കരുത് കേട്ടോ. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ഷീണമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിർത്തുക കേട്ടോ. Angle rotation. Left leg first. Ready? Start. 1, 2, 3. Knee rotation. Left side. Start 1, 2. Hip rotation. Left side. Ready? Start 1, 2, 3. Start 1. Start 1. Up. Ready? Start 1. Up. Go jump. 125 times. Ready? Start. Start 1, 2, 3, 4, 5, 5, 5. 2023 സെപ്റ്റംബർ 9 തീയതി തുടക്കം കുറിച്ച് ഇവിടെ വെച്ച് അന്ന് ഇത് തുടക്കം കുറിച്ചപ്പോൾ ഇതിൻ്റെ വാർഷികം നല്ല ഭംഗിയായി കെങ്കേമായി നടത്തണമെന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ട് വളരെ ചുരുക്കി ചെറിയ രീതിയിൽ അതേ ഡേറ്റിന് തന്നെ ഞങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്തതാണ്. ആയതുകൊണ്ട് ഇന്ന് ഈ അസൗകര്യം ലേഡീസിനൊക്കെ വളരെയേറെ ബുദ്ധിമുട്ട് വന്നു. എല്ലാവരോടും ഇവിടെ എത്തിപ്പെട്ട എല്ലാവരോടും വളരെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സലാമുദ്ദീൻ സാറിന്റെ സമ്മതത്തോടുകൂടി എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു അസൗകര്യം വന്നതിൽ. എങ്കിലും നമ്മൾ ഈ ഓരിച്ചെറിയുന്ന മഴയത്തും നമ്മൾ ഏകദേശം ഒരു 130-120 ആളുകളോളം ഈ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിച്ചു. അൽഹംദുലില്ലാഹ് വളരെയേറെ ഇവിടെ എത്തിപ്പെട്ട എല്ലാ ആളുകൾക്കും ഈ മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ് ചണ്ടപ്പുഴ യൂണിറ്റിന്റെ ഒരു എളിയവൻ എന്ന നിലക്ക് എല്ലാവർക്കും വളരെയേറെ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം, ജയ്. ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മോട് സ്വാഗതം ആശംസിക്കപ്പെട്ട സേനാജി, അതുപോലെ തന്നെ വേദിയിലെ പ്രിയപ്പെട്ട സലാമുദ്ദീൻ മാഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാഷ് അടക്കമുള്ള പ്രിയപ്പെട്ട ട്രെയിനീസ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട കാരണവന്മാരെ, സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് രാവിലെ തന്നെ നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഒരു സംവിധാനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരു സംഘടന മാത്രമാണ്. കാരണം യുവാക്കളായിട്ടുള്ള ആളുകളാണ് ഇതിൽ കുറവുള്ളത്. വായന നമുക്കറിയാം, നമുക്ക് ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിവാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ ജീവിതശൈലി രോഗങ്ങൾ ഏറ്റവും കൂടുതൽ പിടിപെടുന്ന ഒരു സാഹചര്യത്തിലും പ്രായം ചെന്ന ആളുകൾ ഇതിന് കൂടുതൽ പ്രാമുഖ്യം കൊടുത്ത് മുന്നോട്ട് വരുമ്പോഴും യുവാക്കളായിട്ടുള്ള ആളുകളെ കാണാത്തയും ചെറിയൊരു സംഘടന ഇരുന്നാൽ പോലും നമ്മുടെ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഏകദേശം 4 ഭാഗങ്ങളിലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടന്നു വരുന്നു എന്ന് അറിയുന്നത് വലിയ സന്തോഷമുണ്ട്. കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. ഏതായിരുന്നാലും നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിന് കൂടുതൽ പ്രമോഷൻ കൊടുത്ത് കൂടുതൽ ആളുകളെ കൂട്ടിച്ചേർത്ത് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. അതിൻ്റെ എല്ലാവിധ പിന്തുണയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം സമ്മതത്തോടു കൂടി ഉദ്ഘാടനത്തിൽ അറിയിക്കുന്നു. ജയ്.
ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാർ തന്റെ നാട്ടുകാർക്ക് വേണ്ടി ആരംഭിച്ച ഒരു ചെറിയ ദൗത്യം അദ്ദേഹത്തിന്റെ വിഷൻ പിന്നീട് ഒരു വലിയ മിഷനായി മാറുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ കണ്ടിട്ടുള്ളത്. ഇനിയും കൂടുതൽ ആളുകളെ ഇതിലേക്ക്, നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പഞ്ചായത്തിലും പരിസരങ്ങളിലൊക്കെ കൂടുതൽ യൂണിറ്റുകൾ ആരംഭിച്ച് ഈ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമാകാൻ നമ്മുടെ നാട്ടുകാർക്ക് കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ഒരു വലിയ ദൗത്യമാണ് ഇന്നിവിടെ ഈ നാട്ടുകാർക്ക് വേണ്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ദൗത്യത്തിന്റെ പങ്കാളികളായിക്കൊണ്ട് നിങ്ങളേവരും മുന്നേറുന്ന സന്തോഷകരമായ കാഴ്ചയാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത്. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വലിയ രീതിയിൽ മെച്ചപ്പെടുകയും മാനസികവുമായിട്ട് ശാരീരികമായിട്ടുള്ള സ്ഥിതി മെച്ചപ്പെടുകയും പതുക്കെ പതുക്കെ നിങ്ങൾക്ക് ആ ക്രിയാറ്റിൻ ലെവലിൽ നിങ്ങൾ നോർമൽ ലെവലിലേക്ക് എത്തുന്നതുമായിട്ടുള്ള കാഴ്ച പല ഭാഗങ്ങളും കാണാൻ സാധ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുഖ്യമായിട്ടുള്ള കടമ ഡയാലിസിസ് സെന്ററിലേക്ക് പോകുന്ന ആളുകളെ കണ്ടെത്താൻ ശ്രമിക്കുക, അവരെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുക. പ്രായമായവര്, സമൂഹത്തിൽ ഇടപെടാതെ മാറി നിൽക്കുന്നവർ, പ്രവാസികൾ, ഇവരെയൊക്കെ നമ്മൾ കണ്ടെത്തിയും കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന് അവരെയൊക്കെ തന്നെ നമുക്ക് ഒരു പുതു ജീവിതം നൽകാൻ സാധ്യമാണ്. അപ്പോൾ എല്ലാവരും ഇതിന്റെ വക്താക്കളായി മുന്നോട്ട് പോകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളെ സൂചിപ്പിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ലൈഫ് ഹാപ്പി ആക്കാനുള്ള ഒരു 7 ടെക്നിക്ക് പഠിക്കാം. റെഡി? ഈ എസ് ഒന്നും പോലെ ഞാൻ നേരത്തെ ഭയങ്കര എനർജി ഞങ്ങളെ കണ്ട് ആ എനർജി ഇവിടെ വേണം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആദ്യം, നിങ്ങളുടെ വയസ്സൊക്കെ ഒരു 20 വയസ്സുകാരാണ്, എനിക്ക് അറിയാം. നിങ്ങൾ എല്ലാവരും 20 വയസ്സുള്ള ആൾക്കാരല്ലേ? 20 വയസ്സല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് 20 വയസ്സിൽ എന്റെ കുട്ടികൾ ചെയ്യേണ്ടത്, എനിക്ക് ഓൺലൈൻ സൈക്കോളജി ക്ലാസ് ഒക്കെ ഉണ്ട്, അപ്പൊ എല്ലാവരും ഞാൻ കുട്ടികളെ വിളിക്കല്. അപ്പൊ എന്റെ കുട്ടികൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു 10 സെക്കൻഡ് സമയം തരും. ഓക്കെ? ആ 10 സെക്കൻഡ് സമയത്തിനുള്ളിൽ ഇവിടെ എത്ര ആളുകൾക്ക്, ആൺകുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികൾക്കും കൈ കൊടുക്കാം, എത്ര സെക്കൻഡ് കൊണ്ട് 10 സെക്കൻഡ് എത്ര പേർക്ക് നിങ്ങൾ കൈ കൊടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് നോക്കാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കം ഓൺ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. Stop. എത്ര ആൾ കിട്ടി? കൊടുത്ത് അപ്പൊ ഒരു 10 സെക്കൻഡ് സമയം കൊണ്ട് 22 മുതൽ 25 വരെ ആൾക്കാർക്ക് എത്താൻ പറ്റുമോ? ഈ എത്തുന്ന സമയത്ത് അപ്പൊ ഹ്യൂമൻ മൈൻഡിന്റെ ഒരു പ്രത്യേകത നമ്മൾ എപ്പോഴും കോമ്പറ്റീറ്റീവ് മൈൻഡാണ് അല്ലെ? ഇത് ആദ്യം നമ്മൾ ഓർമ്മിക്കുക. നമുക്ക് എപ്പോഴും ജയിക്കണം എന്നൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവുക. ഈ ജയിക്കണം എന്നൊരു ആഗ്രഹം ചിലപ്പോൾ നമ്മളെ കൂടുതൽ സങ്കടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എന്താ പറയുക, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നെങ്കിൽ നമുക്ക് എന്ത് തോന്നും? സങ്കടം തോന്നും. അപ്പൊ ഈ ഹാപ്പിനെസ് കണ്ടെത്താനുള്ള ഒന്നാമത്തെ മാർഗം, നിങ്ങൾ അത് അങ്ങോട്ട് കൊടുത്തപ്പോഴാണ് തിരിച്ചിങ്ങോട്ട്. അപ്പൊ കൊടുത്താലേ പഠിച്ചില്ലേ? കൊടുത്താലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ഹാപ്പിനെസ് കിട്ടും. അപ്പൊ ഇനി രണ്ടാമത്തെ ചോദ്യം, സാറേ ഞങ്ങൾ കൊടുക്കണ്ടല്ലോ, ഞങ്ങള് കൊടുക്കുന്നുണ്ടല്ലോ. കുട്ടികൾക്കാണെങ്കിൽ ഞാൻ ബാഗ് വാങ്ങണം, ബുക്ക് വാങ്ങണം, അത് വാങ്ങണം, ഇത് വാങ്ങണം. കുട്ടികളെ സംബന്ധിച്ച് ഞാൻ കുട്ടികൾക്ക് ട്രെയിനിങ് എടുക്കുമ്പോൾ പറയും, സാറായപ്പോ എല്ലാവർക്കും വാങ്ങണല്ലേ, അപ്പൊ അപ്പത്ര വെച്ച് ഓവറാക്കി പറയാൻ മാത്രമേ കുട്ടികൾക്ക് അതൊരു സ്നേഹമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ പറയും അല്ലേ? അപ്പൊ നമുക്ക് ഈ സ്നേഹം ഫീൽ ചെയ്യിപ്പിക്കണം കുറച്ച് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യാം. അപ്പൊ ഒന്നാമത് ഡയലോഗ് നമ്മൾ മനസ്സിലായി, ടെക്നിക് പഠിച്ചു, ഞാൻ കൊടുത്താലേ തിരിച്ചു കിട്ടുള്ളൂ. രണ്ടാമത് നമ്മൾ പഠിച്ചു, നമ്മുടെ മനസ്സ് എപ്പോഴും കോമ്പറ്റീറ്റീവ് മനസ്സാണ് അല്ലെ? അപ്പൊ ഞാൻ ഇനി നിങ്ങൾ കൈ കെട്ടിയില്ലേ? നിങ്ങളിങ്ങനെ കൈ കെട്ടില്ലേ? കൈ കെട്ടില്ലേ? ഈ കെട്ടില് ഇതേപോലെ ഒന്ന് നിങ്ങൾ തിരിച്ചു കെട്ടിക്ക്. ഒരു കൺഫ്യൂഷൻ വന്നില്ലേ? ചെറിയ കൺഫ്യൂഷൻ വന്നില്ലേ? കൺഫ്യൂഷൻ വന്ന് രണ്ടാമത്തേത് ഈ കെട്ടി നമ്മൾ ആ കെട്ടി കെട്ടി, ഇത് രണ്ടാമത് ഇങ്ങനെ മാറ്റി കെട്ടാൻ പറഞ്ഞപ്പോ ഒരു കൺഫ്യൂഷനും. എങ്ങനെ കെട്ടിയൊരു സമാധാനം കിട്ടുന്നില്ല. ഞാൻ പറയും എന്ന് പറഞ്ഞാൽ സമാധാനം കിട്ടില്ല. അപ്പൊ കെട്ടിയാലേ നേരെ ഓപ്പോസിറ്റ് ഒരു പ്രയാസം വന്നില്ലേ എന്ന് പറഞ്ഞാ, നിങ്ങൾ ഇത്രയും കാലം അനുഷ്ഠിച്ചു പോരുന്ന രീതിയിൽ മാറ്റം വരുത്താൻ കുറച്ച് മെനക്കെടുണ്ടാവും. നിങ്ങൾ മെനക്കെടാൻ റെഡി ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുള്ളൂ. റെഡിയായോ? ഓക്കെ ആണോ? രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഞാനൊരു 20 സെക്കൻഡ് സമയം തരും. ഇനി 20 സെക്കൻഡ്, നേരത്തെ 10 അല്ല, ഞാൻ ആർക്കും ഒരു കുറിക്കാണ്. 20 സെക്കൻഡ് സമയം തരും. ഈ 20 സെക്കൻഡ് സമയത്തിൽ നിങ്ങൾ 10 പേരെ കാണണം.
എത്ര പേരെ കാണണം? 10 പേരെ കാണണം. നേരത്തെ ഇങ്ങനെ ഓടിക്കണല്ലേ, ഓടിച്ചോട് 10 ഈ പോക്ക് പോവാതെ നമ്മളൊരു 10 പേരെ കാണുന്നു, അയാളെ കണ്ണിലേക്ക് നോക്കുന്നു, ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കുന്നു, ഒരു പുഞ്ചിരിടുന്നു, എന്നിട്ട് നമ്മളൊരു കമന്റ് ഒട്ടിക്കുന്നു അല്ലെ? നമ്മുടെ കമന്റ് 2 തരം കമന്റ്സുകളുണ്ട്. 2 തരങ്ങൾ. ചില കമന്റ്സുകൾ എന്ന് പറഞ്ഞാല് എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമുള്ള കമന്റുകളാണ് അല്ലെ? നമ്മുടെ ഒരാളുടെ ഡയലോഗ് നമുക്ക് ഇഷ്ടമുള്ള കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്, ശരിയല്ലേ? ഇപ്പൊ ഫാമിലി കൗൺസിലിംഗ് എന്റെ അടുത്ത് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ് കൗൺസിലിംഗിന്റെ ആവശ്യകത കൂടുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഒരാളെ കാണുന്നു, ആള് ഞാൻ പറയുന്നു, ഞാൻ കണ്ടു, ഷേക്കാൻ ഇട്ടു, നിങ്ങളെ ഈ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടൂലേ? ഇഷ്ടപ്പെടൂലേ? നിങ്ങളെ പുഞ്ചിരി ഒരു പോസിറ്റീവ് എനർജിയാണ് അല്ലെ? അതാണോ അദ്ദേഹത്തിന് ഇഷ്ടം? ഞാൻ എന്റെ ഉള്ളിൽ തോന്നിയ കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പൊ തോന്നിയ സത്യങ്ങൾ പറയാം, ചില കളവുകളും ഞാൻ പറഞ്ഞില്ല, ജീവിതം മനോഹരമാക്കാനുള്ള ചില പ്രിയ കളവുകളൊക്കെ. അപ്പൊ നമ്മള് അല്ലെ ഈ ഭയങ്കര ഗ്ലാമിറ്റ് ഭാര്യ ഞാൻ അങ്ങനെ ഇറങ്ങുന്ന സമയത്തോട് പറയുന്നത് നല്ല ദമ്മായിട്ട് ഉഷാറായിട്ടോ പറയാം, എനിക്ക് അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് അതിന് കളവില്ല അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് ഞാൻ സംഭവിച്ചില്ലല്ലോ, നമ്മൾ ഡയലോഗിൽ ആളെ സന്തോഷിപ്പിക്കാനുള്ള ഡയലോഗ് നമുക്ക് പറയാന്നുള്ള വലിയ മികവാണ്, ഒരു കഴിവാണ്. ഫോർ എക്സാമ്പിൾ സന്തോഷിപ്പിക്കാതെ മാത്രമല്ല, കാര്യങ്ങൾ അസർട്ടീവായിട്ട് പ്രസന്റ് ചെയ്യാന്നൊരു ഭയങ്കര സ്കില്ലാണ്. ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങളുടെ കമ്പനിയിൽ, നിങ്ങളുടെ ജോബിൽ, നിങ്ങളുടെ മക്കള്, കമ്പനിക്ക് ഒരു സ്ഥാപനം ആയിക്കോട്ടെ, സ്ഥാപനത്തിന് ഒരു സ്റ്റാഫ് ഉണ്ട്, അയാളുടെ ഒരു മിസ്റ്റേക്ക് പറ്റി ഒരു കസ്റ്റമർ ഇഷ്ടമില്ലാതെ പോയി വിളിച്ചു പറഞ്ഞു, അവേ എന്റെ ആ പണിക്കാരൻ ഏതാ ഒരു ജാഫറോ ആരോ ഉണ്ടല്ലോ, അവന് ഒരു ശരിയായില്ല എന്നോട് പെരുമാറിയാണ്. നമ്മളാ കേട്ട മാതി കേൾക്കാത്ത മാതി ഓൺ ദ സ്പോട്ടിൽ ഓഫീസിൽ വന്നിട്ട് എന്ന് മനസ്സിലാടും, എനിക്ക് ശമ്പളം 3-ാം തീയതി ഇറങ്ങിയില്ലെങ്കിൽ ഇങ്ങനെ കാണാൻ അറിയില്ലോ, ഈ ആ കസ്റ്റമർ കണ്ടതാകില്ല പ്രവർത്തിക്കുന്ന ആൾക്കാരെ മുമ്പ് ഇൻസൾട്ട് ചെയ്താൽ ഇയാൾക്ക് അങ്ങോട്ട് വേദന വിളിക്കും, മനസ്സിന് വേദന വില്ലേ? അതേ ഡയലോഗ് തിരിച്ചു വന്നിട്ട് ഞാൻ എന്നിട്ട് അപ്പുറം എന്ത് പറ്റിയാടാ, ആ മറ്റേ കസ്റ്റമർക്ക് തീരെ ഒരു സന്തോഷമില്ലാതെ പോയി, ഞങ്ങൾക്ക് വിഷമം ഉണ്ടാവും, നമ്മളെന്തെങ്കിലും ഡീൽ ചെയ്യേണ്ട വിഷയം ഉണ്ടാവും, ഇങ്ങനെ അല്ലല്ലോ എന്ന് ചോദിച്ചാൽ ഇയാളോ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷം തേക്കും. ശരിയാണോ അല്ലേ? ശരിയാണ്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്തതും ചെയ്യാം, രണ്ടാമത് ചെയ്തതും ചെയ്യാം. ഏതാ കൂടുതൽ എഫക്ട് ഉണ്ടാവുക? രണ്ടാമത് അല്ലെ? നമ്മളെ മക്കളെടുത്തൊരു മിസ്റ്റേക്ക് പറ്റി, നമ്മളെ ഭാര്യ എടുത്തൊരു മിസ്റ്റേക്ക് പറ്റി, നമ്മൾ പബ്ലിക് ആയിട്ട് എന്നും അങ്ങനെ തന്നെ കൂട്ടുകാരൻ കുടുംബക്കാരൊക്കെ അങ്ങനെ തന്നെ എന്ന് പറയുന്നത് പകരം അല്ല, ചില ആൾക്കാർ നിങ്ങളല്ലോ വേറെ ചില ആൾക്കാർ വന്നതല്ലേ. അപ്പൊ അങ്ങനെ പറയുന്നതിന് പകരം എന്താ എനിക്ക് പറ്റിയത് ചോദിച്ചു കഴിഞ്ഞാല് അത്രയും കൂടി സ്നേഹം കൂടൂലേ? കൂടൂല്ലേ? കൂടും. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ 20 സെക്കൻഡ് സമയം, ആദ്യം 10 ആൾക്കാരെ നിങ്ങൾ കാണണം. ആ 10 ആൾക്കാരോട് നിങ്ങൾ എന്ത് പറയണം? ഒരു പോസിറ്റീവ് കമന്റ് നിങ്ങൾ പറയണം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 20 19 18 5 4 3 2 1 0. Time out. Time out. Time out. Come back. വിസിൽ ഉണ്ടല്ലേ ഇവിടെ? നല്ലൊരു ഏർപ്പാടാണല്ലോ. യെസ്. ഹലോ, ഒരു യെസ് പറയേ. ഹലോ ഹലോ. ഓക്കെ. നിങ്ങൾക്ക് സന്തോഷം കിട്ടിയോ? നിങ്ങളൊരു കാര്യം ഓർമ്മിക്കേണ്ടത്, നിങ്ങള് പിന്നെ റസൂൽ പറഞ്ഞു ഒന്നെങ്കിൽ നല്ല പറയും അല്ലെങ്കിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ നിങ്ങളൊരു ഈ ഒരു കമന്റ് പറയുമ്പോ ബയോളജിക്കലി എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ബോഡിയിലുള്ള ഓക്സിറ്റോസിൻ ഒന്ന് കൂടും. അപ്പൊ കൂടുമ്പോ ഇയാളിനോട് നല്ല ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഓക്സിറ്റോസിൻ കൂടും, ഇയാളുടെ ഇഷ്ടം കൂടും. മനസ്സിലായോ? അല്ലാതെ വാപ്പേടാ എന്ന് പറഞ്ഞോ എന്താ ലോകത്ത് ഒരാളൊന്നും പറയില്ല. പറയോ? ഭാര്യനോട് അതിന്റെ റെസ്പെക്ട് ഈ പറഞ്ഞോ എന്താണ് പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ആരെയും പറയോ? ഈ കമ്മ്യൂണിക്കേഷൻ ഫ്രീ ആയിട്ട് വരാം. ഈ ലാസ്റ്റ് ആക്ടിവിറ്റിയിൽ നമ്മൾ കിടക്കട്ടോ. ലാസ്റ്റ് ആക്ടിവിറ്റി ഇപ്പൊ ഇതുവരെ പറഞ്ഞു നോക്കണം മനസ്സിലുണ്ട്. ഇന്നത്തെ ആക്ടിവിറ്റിക്ക് നിങ്ങൾക്ക് ഒരു പേര് വേണം, നിങ്ങളെ കൂടെ ഒരു പാർട്ട്ണർ വേണം. നിങ്ങൾ തൊട്ടടുത്തുള്ള ആളെ ഒരു ഷേക്കാൻ ചെയ്ത് ഇയാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇയാളെ കൈ പിടിച്ച് നിൽക്കാം. ഇതേപോലെ കൈ പിടിച്ചിട്ട് ഒരാളെ കൈ പിടിച്ചിരുന്നേ, ഒരാളെ കൈ വിടരുത്, കൈ വിടരുത്, കൈ വിടരുത്. എപ്പോഴും കിട്ടാത്ത കൈ നോക്കിക്കൊള്ളി. ആർക്കെ കിട്ടാൻ ബാക്കിയുണ്ടോ? കിട്ടാൻ ബാക്കിയുള്ള കിട്ടാൻ ബാക്കി ധാരാളം ഇവിടെ വരും.
നിങ്ങൾക്ക് കിട്ടിയോ? ഞാൻ ബാക്കിയുണ്ട്, കിട്ടാൻ ബാക്കിയുണ്ടോ? കിട്ടാൻ ബാക്കി ഞാനുണ്ടോ? ഇങ്ങോട്ട് വരിക. എന്താണെന്നറിയോ? ഫേസ് ടു ഫേസ് നിൽക്കണം. ഫേസ് ടു ഫേസ് ആണ് മുഖാമുഖം. മുഖാമുഖം എന്നില്ലേ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹലോ ശ്രദ്ധിക്കാം, ഇനി അടുത്ത 10 സെക്കൻഡ് ആരും മിണ്ടരുത് എന്നുള്ളതാണ്. രണ്ടാമത് ചെയ്യേണ്ടത്, ഞാൻ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹഗ് ചെയ്യണം. ഓക്കെ, കെട്ടിപ്പിടിക്കണം. നമ്പർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ മാത്രമേ ആ കെട്ടിപ്പിടിച്ചത് ഹഗ്ഗിങ് ഒഴിവാക്കാൻ പാടുള്ളൂ. അത് നിങ്ങൾ എന്ത് ചെയ്ത് ഒഴിവാക്കരുത് കേട്ടോ. റെഡി ആണല്ലോ? മനുഷ്യ മനസ്സിന് ഏറ്റവും വലിയ വേദന, സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കാൻ ഒരാളില്ല എന്നുള്ളതാണെങ്കിൽ നമ്മുടെ വേദനകളാണ്. അപ്പൊ നമുക്കൊരു 5 സെക്കൻഡ് 10 സെക്കൻഡ് കൊണ്ട് അതിന് ഹീൽ ചെയ്യാനുള്ള ഒരു തെറാപ്പിയാണ് തരാൻ പോകുന്നത്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. യെസ്, ഹഗ്. വിടരുത്, സംസാരിക്കരുത്, വിടരുത്. വളരെ സ്ലോലി പുറത്ത് മെല്ലെ ഒരു തട്ട് ഇങ്ങനെ മെല്ലെ കൊടുക്കുക. വളരെ മെല്ലെ. നിങ്ങൾ തട്ടണ്ട, നിങ്ങൾ ജസ്റ്റ് വെച്ചാൽ മതി, കൈ വെച്ചാൽ മതി. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം, കണ്ണുകൾ അടക്കുക. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക, കണ്ണുകൾ അടക്കുക. ഓരോ ശ്വാസത്തിലേക്കും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഓരോ ശ്വാസം എടുക്കുമ്പോഴും എൻ്റെ ശരീരം, എൻ്റെ മനസ്സ് വളരെ 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 റിലാക്സ്ഡ് ആണ്. ഈ ചുറ്റും ഞാൻ കേൾക്കുന്ന ഓരോ ശബ്ദങ്ങളും എന്നെ കൂടുതൽ മനസ്സിനെ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കേൾക്കുന്ന മഴകൾ എൻ്റെ മനസ്സിനെ കൂടുതൽ റിലാക്സ് ചെയ്യിപ്പിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു. ഞാൻ കളിച്ചു നടന്ന എൻ്റെ മഴക്കാലം എനിക്ക് ഓർമ്മ വരുന്നു. ആ മഴ നനഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നു. അന്നത്തെ എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ, എനിക്ക് ഏറ്റവും ഹൃദയത്തിനോട് അടുത്തിരുന്ന ഓരോ ആളുകളുടെയും മുഖങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നു. അവരിപ്പോ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവിടെ ആയുസ് വർദ്ധിക്കട്ടെ, എൻ്റെ കൂടെ ഇല്ലെങ്കിൽ അവിടെ ആത്മ വെളിച്ചമാണ്. എൻ്റെ മനസ്സ് വളരെയധികം എൻ്റെ കുട്ടിക്കാലം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരിക. എന്നെ പഠിപ്പിച്ച അധ്യാപകർ, എൻ്റെ കൂട്ടുകാർ, എൻ്റെ കല്യാണം, എൻ്റെ ജീവിതം മുഴുവൻ, എൻ്റെ മക്കള്, എൻ്റെ മനസ്സിൽ ഇത്രയും കാലത്ത് ഏതെങ്കിലും വിഷയങ്ങളിൽ എനിക്ക് പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ, എനിക്ക് സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒറ്റയ്ക്കല്ല. എൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ ഈ മെക്സമൻ, എൻ്റെ സുഹൃത്തുക്കളെല്ലാം എൻ്റെ കൂടെ ഉണ്ട്. ഓരോ ശ്വാസം ഞാൻ ഇപ്പോൾ പുറത്തോട്ട് വിടുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ എനിക്ക് മാത്രം അറിയുന്ന എൻ്റെ വിഷമങ്ങളാണ് എൻ്റെ മനസ്സിൽ നിന്ന് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ശ്വാസം പുറത്തോട്ട് വിടുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ നിന്ന് എനിക്ക് മാത്രം അറിയുന്ന എൻ്റെ വിഷമങ്ങൾ എൻ്റെ ശ്വാസത്തിലൂടെ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് വല്ലാത്തൊരു റിലീഫ്, ഒരു ആശ്വാസം, ഒരു സുഖം, ഭയങ്കര ഒരു സന്തോഷം എനിക്ക് ഫീൽ ചെയ്യുന്നു. എൻ്റെ ഹൃദയത്തിൽ വളരെ സന്തോഷം. ദീർഘമായി ശ്വാസം എടുത്ത് സാവധാനം പുറത്തു വിടുക. 3 മുതൽ 1 വരെ എണ്ണുമ്പോൾ ഞാൻ വളരെ ഓക്കെയാണ് ചിന്തിക്കുക. 3, 2, 1. നല്ലൊരു ശ്വാസം എടുത്ത് നിങ്ങളുടെ പാർട്ണറെ കൂടെ ഷെയ്ക്കാണ്ട് കൊടുക്കുക, ഒരു താങ്ക്സ് കൊടുക്കുക, റിലീസ് ആവുക. Okay, hello. How do you feel? അടിപൊളിയാണോ? അപ്പൊ നമ്മുടെ ഇത് 7 minutes of happiness, കുറഞ്ഞ സമയം കൊണ്ട് ഹാപ്പിനെസ് എത്തിയോ? ഹൃദയത്തിൽ തട്ടിയോ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർമ്മിക്കാം. ഒന്നാമത് നമ്മൾ പറഞ്ഞ പോയിന്റ്, ഞാൻ കൊടുത്താലേ എനിക്ക് സ്നേഹം കിട്ടും. രണ്ടാമത്തെ പോയിന്റ്, നമ്മളെ വാക്കുകൾ അത് സൂക്ഷിക്കുക. ഒരാളെ മനസ്സിനെയും അത് മുറിവേൽപ്പിക്കരുത്. പറയാനുള്ളത് ആരെയും വേദനിപ്പിക്കാതെ പറയാൻ പഠിക്കുക. മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ പുതിയൊരു ഹാബിറ്റ് കൊണ്ടുവരുമ്പോൾ അത് പകർത്തിയെടുക്കാൻ ഇച്ചിരി സമയമെടുക്കും എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക. 4ാമത്തെ പോയിന്റ്, ഏറ്റവും വലിയ സ്നേഹം പ്രയാസപ്പെടുന്ന ആളെ കൂട്ടിപ്പിടിക്കുമ്പോഴാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ പ്രയാസം നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ചേർത്ത് പിടിക്കാം. അപ്പൊ നമുക്ക് ഇച്ചിരി കൂടി റിലാക്സേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. 5ാമത്തെ ഒരു പോയിന്റ്, നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഈ സാധുവിനങ്ങൾ മറക്കരുത്. എന്റെ പേരെന്താ? ഷാഫി കളത്തിങ്ങൽ കേട്ടോ. എല്ലാവരുടെയും പ്രാർത്ഥന ഉൾപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.